അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൽക്കാലമായി ഇന്ത്യ അഭയം നൽകുന്നത് തുടരും. വിദേശത്തേക്ക് പോകാനുള്ള ഷെയ്ഖ് ഹസീനയുടെ ശ്രമം വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. 3 ദിവസമായി ഡൽഹിയിൽ തുടരുന്ന ഷെയ്ഖ് ഹസീനയെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. UK അഭയം നൽകില്ലെന്ന് അറിയിച്ച സാഹചര്യത്തിൽ UAE, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങളുമായും ചർച്ച നടന്നു. ഫിൻലാൻഡ്, ബെലാറൂസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനും ഹസീന ആലോചന നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൽക്കാലം ഹസീനയെ ഡൽഹിയിൽ തങ്ങാൻ സർക്കാർ അനുവദിക്കുന്നത്. എന്നാൽ ഇത് ദീർഘകാലം അനുവദിച്ചാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിൽ നിന്ന് പല എതിർപ്പുകൾക്കും കാരണമാകാം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിനായി എല്ലാവരും കാത്തിരിക്കുമ്പോൾ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് പുതിയ സർക്കാരിനെ നയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. വിവാദ ജോലി സംവരണത്തെ ചൊല്ലിയുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും വ്യാപകമായ കലാപങ്ങൾക്കും ശേഷമാണ് ഏതാണ്ട് 20 വർഷത്തെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം നാടകീയമായി അവസാനിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡൻ എയർബേസിൽ അവർ വന്നിറങ്ങിയത്. സഹോദരി ഷെയ്ഖ് രഹ്ന ബ്രിട്ടീഷ് പൌരത്വമുള്ളതിനാൽ UKയിൽ അഭയം തേടിയേക്കുമെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ അഭയം തേടുന്നതിനോ താൽക്കാലിക അഭയം തേടുന്നതിനോ UKയിലേക്ക് പോകാൻ ഒരാളെ അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് നിഷേധിച്ചത്. തുടർന്നാണ് മറ്റ് സാധ്യതകൾ തേടാൻ ഇവർ നിർബന്ധിതയായത്. സാമാന്യ മര്യാദയുടെ പേരിൽ ഹസീനയുടെ അടുത്ത യാത്രയ്ക്കും അഭയം തേടുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കും ഇന്ത്യ സഹായിക്കുമെന്നാണ് വിവരം. മുൻപും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയ ചരിത്രമുണ്ട്. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള കുടുംബം കൂട്ടക്കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് 1975-ൽ ഷെയ്ഖ് ഹസീന ഭർത്താവിനും കുട്ടികൾക്കും സഹോദരിക്കുമൊപ്പം ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരുന്നു. 1975 മുതൽ 1981 വരെ 6 വർഷക്കാലം അവർ ഡൽഹിയിൽ പണ്ടാര റോഡിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. 1975-ൽ ഹസീന ഡൽഹിയിൽ അഭയം പ്രാപിച്ചപ്പോൾ പിതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് ധാക്കയിലെ പൊതുസമൂഹം അവർക്കും കുടുംബത്തിനും ഒപ്പമായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച മുജീബുർ റഹ്മാന്റെ കുടുംബത്തിന് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് സ്ഥിരമായി അഭയം നൽകാൻ ഇന്ത്യക്ക് കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഹസീനയുടെ മകൻ താമസിക്കുന്ന US-ഉം ഹസീനയുടെ വിസ റദ്ദാക്കിയതായി റിപ്പോർട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ ഇന്ത്യ പക്ഷം പിടിക്കുന്നുവെന്ന ആക്ഷേപം ഉയരാൻ ഇത് ഇടയാക്കും. ഇപ്പോൾ തന്നെ ഹസീനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് എതിരെ ധാക്കയിലെ തെരുവുകളിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ അടുത്ത സർക്കാരുമായി ഇന്ത്യയുടെ ബന്ധം നിലനിർത്താൻ ഹസീനയ്ക്ക് സ്ഥിരമായി അഭയം നൽകുന്നത് തടസ്സമാകാം. പ്രത്യേക നേതാവുമായല്ല ബംഗ്ലാദേശുമായാണ് ബന്ധമെന്ന് കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വരും. കൂടാതെ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ പ്രക്ഷുബ്ധത സൃഷ്ടിച്ചേക്കാം. ബംഗ്ലാദേശുമായി ഇന്ത്യ 4096 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. ബംഗാൾ, അസം, ത്രിപുര, മേഘാലയ, മിസോറാം സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ 916 കിലോമീറ്ററിൽ അതിർത്തി വേലികളില്ല. അയൽ രാജ്യത്തെ അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യ ഈ അതിർത്തി പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവാമി ലീഗ് നേതാവിന് ന്യൂഡൽഹി അഭയം നൽകുന്നത് തുടർന്നാൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇത് ഇന്ത്യക്കെതിരായ ആയുധമാക്കും. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഇന്ത്യ വിരുദ്ധത വളർത്തിയെടുക്കുന്നതായി ആക്ഷേപമുണ്ട്. 2021-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശന വേളയിലും ശക്തമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. പാകിസ്ഥാൻ പിന്തുണയും ധനസഹായവും നൽകുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജമാഅത്തിന്റെ മുന്നണി ഗ്രൂപ്പായ ഹെഫാസത്ത് ഇസ്ലാമാണ്. അതേസമയം ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടെങ്കിലും ബംഗ്ലാദേശിൽ പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ തുടരുകയാണ്. ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനും ക്ഷേത്രങ്ങൾക്കും നേരെ അക്രമം നടന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി പേരെ തിരികെ എത്തിച്ചിട്ടുണ്ട്. ധാക്കയിലെ ഹൈക്കമ്മീഷന് പുറമെ 4 നഗരങ്ങളിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളിലെ ജീവനക്കാരെയും കുറച്ചു. വളരെ അത്യാവശ്യമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ മാത്രമാണ് ഹൈക്കമ്മീഷനിൽ തുടരുന്നത്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്നും ധാക്കയിലെ ഹൈക്കമ്മീഷൻ അടക്കില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു.
അതിർത്തികൾ വഴിയുള്ള ചരക്ക് നീക്കവും 2 ദിവസമായി നിലച്ചിരിക്കുകയാണ്.